നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടോ? ഡയറ്റ് ഒക്കെ ഒരുപാട് ശ്രദ്ധിച്ചിട്ടും എന്ത് എക്സസൈസ് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ലാതിരിക്കുകയാണോ? പലരും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ മണിക്കൂറുകളോളം കാർഡിയോ ചെയ്യണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല കേട്ടോ. ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസ് അവയർനെസ് സീരീസിന്റെ 10ാമത്തെ എപ്പിസോഡാണ്. ഇവിടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളവർക്ക് പറ്റിയ ഫിസിക്കൽ ആക്ടിവിറ്റീസും എക്സസൈസും എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളപ്പോൾ ശരീരത്തിലെ സെൽസ് ഇൻസുലിനോട് ശരിയായിട്ട് പ്രതികരിക്കാതെ ആവും. അങ്ങനെ വരുമ്പോൾ ശരീരത്തില് ഗ്ലൂക്കോസ് കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വരും. ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഈ ഗ്ലൂക്കോസ് മസിൽസ് കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ മാനേജ്മെന്റില് എക്സസൈസിന് ഇമ്പോർട്ടൻസ് ഉള്ളത്. നമ്മുടെ ശരീരത്തിൽ ഈ ഗ്ലൂക്കോസിന്റെ ഏറ്റവും വലിയ കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ മസിൽസ് ആണ്. അതുകൊണ്ട് തന്നെ മസിൽ ആക്ടിവിറ്റി, അതായത് എക്സസൈസ് വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ ഗ്ലൂക്കോസിനെ കൂടുതലായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇൻസുലിൻ റെസിസ്റ്റൻസ് മാനേജ്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് സ്ട്രെങ്ത് ട്രെയിനിങ്, ബോഡി വെയിറ്റ് എക്സസൈസ്, റെസിസ്റ്റന്റ് ബാൻഡ് എക്സസൈസ്, വെയിറ്റ് ട്രെയിനിങ്. ഇതെല്ലാം ഇൻസുലിൻ റെസിസ്റ്റൻസിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. കാരണം ഗ്രാജുവലി മസിൽ മാസ് കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയെ ശരീരം കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. രണ്ടാമതായിട്ടുള്ളത് ബ്രിസ്ക് വാക്കിംഗ് ആണ്. അതായത് പോസ്റ്റ് മീൽ വാക്ക്. ഭക്ഷണം കഴിച്ച ശേഷം ഒരു 20 മിനിറ്റ് നല്ല രീതിയിൽ നടക്കുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസിനെ വളരെയധികം നന്നായി മെച്ചപ്പെടുത്താൻ സഹായിക്കും. നിങ്ങൾ ഇതുവരെ എക്സസൈസ് ഒന്നും ചെയ്യാത്ത ഒരാളാണ്, ചെയ്ത് തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഇതാണ് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. 3 നേരം മീൽസിന് ശേഷം 20 മിനിറ്റ്സ് ബ്രിസ്ക് വാക്ക് ചെയ്താൽ മതി. മൂന്നാമതായി സൈക്ലിംഗ്, സ്വിമ്മിംഗ്, ജോഗിംഗ് തുടങ്ങിയ മോഡറേറ്റ് ഇന്റൻസിറ്റി ഉള്ള എക്സസൈസസും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. ഈ എക്സസൈസസ് മെറ്റബോളിക് ഹെൽത്ത് മെച്ചപ്പെടുത്താനും കാലറി എക്സ്പെൻഡിച്ചർ വർദ്ധിപ്പിക്കാനും സഹായിക്കും. വെയിറ്റ് മാനേജ്മെന്റിൽ ഇതും ഇമ്പോർട്ടന്റ് ആണ്. നാലാമതായിട്ട് യോഗ, സ്ട്രെച്ചിങ് തുടങ്ങിയ ആക്ടിവിറ്റീസ് ആണ്. ഇവ നേരിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറ്റുന്നില്ലെങ്കിലും നിങ്ങളുടെ സ്ട്രെസ് കുറയ്ക്കാനും സ്ലീപ്പ് ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന എക്സസൈസസ് ആണ് ഇത്. കാരണം ഈ സ്ട്രെസ് ഹോർമോൺസ് ആണ് നിങ്ങളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ വഷളാക്കുന്ന ഒരു പ്രധാന പ്രശ്നം. സോ സ്ട്രെസ്സും സ്ലീപ്പും മാനേജ് ചെയ്യുക എന്നുള്ളത് ഇവിടെ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളവർ ഒരു എക്സസൈസ് ചൂസ് ചെയ്യുമ്പോൾ ഈ കാർഡിയോ മാത്രം ഇങ്ങനെ ഫിക്സ് ചെയ്ത് പോവാതെ വാക്കിംഗ്, മൈൻഡ്ഫുൾ ആക്ടിവിറ്റീസ്, സ്ട്രെച്ചിങ്, സ്ട്രെങ്ത് ട്രെയിനിങ്, പോസ്റ്റ് മീൽ വാക്ക്, സ്ട്രെസ് റിഡക്ഷൻ ആക്ടിവിറ്റീസ് എന്നിവയെല്ലാം കമ്പൈൻ ചെയ്ത് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് എടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് പറയുന്നത്. ആസ് എ ഡോക്ടർ, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ഒരു പേഷ്യന്റിന്റെ ഏജ്, ഫിസിക്കൽ ആക്ടിവിറ്റി ലെവല്, ബോഡി വെയിറ്റ്, സിംറ്റംസ്, അവരുടെ ലൈഫ് സ്റ്റൈൽ എന്നിവയെല്ലാം കമ്പൈൻ ചെയ്ത് നോക്കിയ ശേഷമാണ് ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി റെക്കമെൻഡ് ചെയ്യാറുള്ളത്. കാരണം വൺ സൈസ് ഒരിക്കലും എല്ലാവർക്കും ഫിറ്റ് ആവില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറ്റിയ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി കണ്ടെത്തി അത് ജീവിതത്തിന്റെ ഭാഗമാക്കുമ്പോഴാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ബെറ്റർ ആയിട്ട് വരുന്നത്. ഇൻസുലിൻ സെൻസിറ്റിവിറ്റി മെച്ചപ്പെടുത്താനും അതുവഴി വെയിറ്റ് റിഡക്ഷൻ അച്ചീവ് ചെയ്യാനും ഹോർമോൺസ് ബാലൻസ് ചെയ്യാനും സാധിക്കുന്നത്.